ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും അവൾക്ക് പ്ലാനപ്പെട്ടതുപോലെ ഈ വീഡിയോ ഉപകരിച്ചേക്കാം എന്നതിനാലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് വളരെ നന്നായി വരുന്നൊരു പെൺകുട്ടി, അവൾക്ക് കഴിഞ്ഞ ആഴ്ച ബ്രസ്റ്റിൽ ഒരു സർജറി ആയിരുന്നു. ഇതുപോലെ ഒരു വീഡിയോ കണ്ട ശേഷം അവൾ സ്വയം തന്നെ പരിശോധന ചെയ്ത് നോക്കിയപ്പോൾ ഒരു സംശയം. അവളൊരു ഡോക്ടറെ കണ്ടു. ഡോക്ടറിനും സംശയം തോന്നിയിട്ട് ഒരു സ്കാനിങ്ങിന് കുറിച്ചു. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒന്നിലധികം മുഴകൾ, അതിൽ ഒരു മുഴയുടെ കാറ്റഗറി മാറിയിരിക്കുന്നു. അതിനെ റിമൂവ് ചെയ്തതിന് ശേഷം ബയോപ്സിക്ക് അയച്ചു. ബയോപ്സി റിപ്പോർട്ട് വന്നു ഇൻഫിൽട്രേറ്റിംഗ് ഡക്ടൽ കാർസിനോമ, അതായത് അതിലെ കോശങ്ങളുടെ സ്വഭാവം മാറിയിരിക്കുന്നു. അതിലെ കോശങ്ങൾക്ക് ഭ്രാന്ത് തോന്നി തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സർജറി കൂടെ വേണം. ബ്രസ്റ്റ് ഫുള്ളായിട്ട് റിമൂവ് ചെയ്യാതെ ആ മുഴയിരുന്ന ഭാഗത്ത് നിന്ന് കുറച്ചുകൂടെ ആഴത്തിൽ ഹെൽത്തി ടിഷ്യൂടെ റിമൂവ് ചെയ്യണം. അതിനുള്ള സർജറിയാണ് കഴിഞ്ഞ ആഴ്ച നടന്നത്. പേടിക്കേണ്ട കാര്യമില്ല, കാരണം പ്രാരംഭഘട്ടമാണ്. ആരംഭഘട്ടത്തിലെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. അവൾ വളരെ ധൈര്യമായി മുന്നോട്ട് പോകുന്നു. ഇതുപോലെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് മാത്രമാണ് അവൾക്ക് വളരെ നേരത്തെ ആ ഒരു ക്യാൻസറിനെ കണ്ടെത്താൻ സാധിച്ചത്. ഈ വീഡിയോ കാണുന്ന ഒരാൾക്കെങ്കിലും അവൾക്ക് പ്ലാനപ്പെട്ടതുപോലെ ഈ വീഡിയോ ഉപകരിച്ചേക്കാം എന്നതിനാലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഐ എം ഡോക്ടർ പ്രവിത. സ്ത്രീകളിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇതിനെ കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം മാമോഗ്രാം ആണ്. പക്ഷേ ആശുപത്രിയിൽ പോകാതെ തന്നെ സ്വയംസന പരിശോധന വഴി വളരെ നേരത്തെ ഈ ഒരു ക്യാൻസറിനെ കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നിരുന്നാലും ആരും റെഗുലറായിട്ട് ഇത് ചെയ്തു നോക്കാറില്ല. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ 18 വയസ്സിന് മുകളിലുള്ള സ്ത്രീയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും മാസത്തിൽ ഒരു തവണ ഈ ഒരു സ്വയംസന പരിശോധന ചെയ്തു നോക്കേണ്ടതാണ്. അതല്ല പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മയോടോ സഹോദരിയോടോ ഭാര്യയോടോ മകളോടോ സുഹൃത്തിനോടോ ഈ ഒരു പരിശോധന നിർബന്ധമായിട്ടും ചെയ്തു നോക്കാനായി പറയണം. മാസമുറ ഉള്ള സ്ത്രീകളിൽ മാസമുറയുടെ 6-ാമത്തെയോ 7-ാമത്തെയോ ദിവസമാണ് ഈ ഒരു പരിശോധന ചെയ്ത് നോക്കേണ്ടത്. കാരണം ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ചിട്ട് ബ്രസ്റ്റിൽ ചേഞ്ചസ് വരാം. അതുകൊണ്ട് തന്നെ അനാവശ്യമായ കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടാണ് ഈ ഒരു സമയം തന്നെ തിരഞ്ഞെടുക്കാനായി പറയുന്നത്. മാസമുറ കൃത്യമല്ലാത്തവരിലും മാസമുറ നിന്ന സ്ത്രീകളിലും എല്ലാ മാസവും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ഒരു ഡേറ്റിൽ തന്നെ ചെയ്ത് നോക്കുന്നതാണ് നല്ലത്.